2026 മെയ് 8 വെള്ളിയാഴ്ച ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ UAE കേന്ദ്രമാക്കി നടക്കുന്നുണ്ട്. UAE ഡിഫൻസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണം UAEക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ്. കൃത്യമായി മിസൈൽ ആക്രമണങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ UAEക്ക് സാധിക്കുന്നുണ്ട്. ആളുകൾ സുരക്ഷിതരായിരിക്കണം, ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നതടക്കമുള്ള അലേർട്ടും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അധികൃതർ അക്കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഫിജേറ മീഡിയ ഓഫീസ് അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇന്ന് എമിറേറ്റിൽ ഉടനീളം കേട്ട ചില ശബ്ദങ്ങൾ ആൾക്കാർ പലരും കേട്ടിട്ടുണ്ടാവും. അത് മിസൈൽ ഇന്റർസെപ്ഷന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. കൃത്യമായി മിസൈലുകളെ പ്രതിരോധിക്കുന്നുണ്ട് UAEയുടെ സംവിധാനങ്ങൾ. ഭയപ്പെടേണ്ട കാര്യമില്ല. കൃത്യമായി ഒഫീഷ്യൽ സോഴ്സുകളെ നിങ്ങൾ വാർത്തകൾക്കായി ആശ്രയിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. തെറ്റായ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കരുതെന്നും ഫിജേറ മീഡിയ ഓഫീസ് അറിയിക്കുന്നുണ്ട്. അപ്പം സീസ് ഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ചർച്ചകൾ വളരെ കാര്യമായിട്ട് നടക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഭീഷണികളും ആക്രമണങ്ങളും പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രമാക്കി വളരെ പ്രധാനപ്പെട്ട മറ്റു ചില സംഭവങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇപ്പൊ ഹോർമൂസ് കടലിടുക്കിനടുത്തായിട്ടുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളായിട്ടുള്ള ഖഷം ഐലൻഡിലെ ഖിഷം ഐലൻഡും ബന്ദർ അബ്ബാസിനും അടുത്തായിട്ട് ചില വെടിവെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി, എക്സ്പ്ലോഷൻസ് ഒക്കെ കേൾക്കുന്നു എന്ന് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖഷമിലെ ബെഹ്മാൻ പിയറിൽ വെടിവെപ്പുണ്ടായി, നിരവധി ഡ്രോണുകൾ തങ്ങൾ തകർത്തു എന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രമാക്കി ചില ഷിപ്പുകൾക്ക് നേരെയുള്ള ആക്രമണം അമേരിക്കയും ഇറാനും നടത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വീണ്ടും ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറാന്റെ ഭാഷ അനുസരിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ 3 അമേരിക്കൻ ഡിസ്ട്രോയറുകൾക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു എന്നും അവ പിൻവാങ്ങാൻ നിർബന്ധിതമായെന്നുമാണ് അവർ പറയുന്നത്. എന്നാൽ അമേരിക്ക പറയുന്നത് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും തങ്ങൾ വെടിവെച്ചിട്ടു, യാതൊരു കേടുപാടുകളും കപ്പലിന് സംഭവിച്ചിട്ടില്ല എന്ന് US സെൻട്രൽ കമാൻഡും അറിയിക്കുന്നുണ്ട്. ഇറാനിയൻ എണ്ണക്കപ്പലായ MT ഹസ്നയ്ക്ക് നേരെ അമേരിക്കയുടെ ആക്രമണമുണ്ടായി. അതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും UAE കൃത്യമായി അറിയിക്കുന്നത് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി, അത് കൃത്യമായി പ്രതിരോധിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. ആളുകൾ ജാഗ്രത പാലിക്കണം. സ്കൂളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വീണ്ടും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യ കേന്ദ്രമാക്കി വീണ്ടും അശാന്തിയുമായി ബന്ധപ്പെട്ട, അനിശ്ചിതാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരു വശത്തു കൂടി സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രമാക്കി നടക്കുന്നുണ്ട്. മാത്രമല്ല GCC രാജ്യങ്ങൾക്ക് നേരെയും മിസൈൽ ആക്രമണം അടക്കമുള്ള കാര്യങ്ങൾ ഇറാൻ ഇപ്പോൾ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോ 2026 മെയ് 8 വെള്ളിയാഴ്ച രാവിലെ നമുക്ക് അറിയിക്കാനുള്ളത്.